ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസിന്റെ അനധികൃത എണ്ണക്കടത്തിനെക്കുറിച്ചും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെക്കുറിച്ചും വിവരം നൽകുന്നവർക്ക് വൻതുക പ്രതിഫലം പ്രഖ്യാപിച്ച് അമേരിക്ക. 1.5 കോടി ഡോളറാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിവാർഡ് ഫോർ ജസ്റ്റിസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. IRGCയുമായോ അവരുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏജൻസികളുമായോ ബന്ധപ്പെട്ട എണ്ണ വിതരണം, ഇതിനായി ഉപയോഗിക്കുന്ന ടാങ്കറുകൾ, ഈ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നവർക്കാണ് പ്രതിഫലം ലഭിക്കുക. ചൊവ്വാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഇറാന്റെ എണ്ണക്കടത്ത് ശൃംഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ ഈ നീക്കം. IRGCയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുന്നതിന്റെ ഭാഗമായി ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കർശനമായി നടപ്പിലാക്കാനും ഇതിലൂടെ US ലക്ഷ്യമിടുന്നു. ഇറാൻ സൈന്യത്തിന്റെ പ്രധാന വിഭാഗമായ IRGC തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്തുന്നത് ഇത്തരം രഹസ്യ എണ്ണക്കടത്തിലൂടെയാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടന്ന് നടത്തുന്ന ഈ നീക്കങ്ങളെ തടയാൻ ആഗോളതലത്തിൽ വിവരദാതാക്കളുടെ സഹായം തേടുകയാണ് ഇതിലൂടെ US ലക്ഷ്യമിടുന്നത്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ നിർണായക നീക്കം. ഇതിനകം തന്നെ കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും അടയ്ക്കുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇറാനുമായുള്ള സംഘർഷം അമേരിക്കയിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുന്നതിനായിരുന്നു തന്റെ പ്രധാന ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്റെ തീരുമാനങ്ങൾ അമേരിക്കക്കാരുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിച്ചോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക ആശങ്കകളെക്കാൾ ദേശീയ സുരക്ഷയാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ പ്രധാനമായ ഒരേ ഒരു കാര്യം അവർക്ക് ആണവായുധം ഉണ്ടാകരുത്. അമേരിക്കക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ആരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ട്രംപ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓഹരി വിപണി റെക്കോർഡ് ഉയരത്തിലാണെന്നും US പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഓഹരി വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെക്കാൾ ദേശീയ സുരക്ഷ പ്രധാനമാണെന്നും മിക്ക അമേരിക്കക്കാരും ഈ സമീപനത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പണപ്പെരുപ്പവും ഊർജ്ജ ചെലവ് വർദ്ധിച്ചതും US പ്രതിഷേധം വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ട്രംപിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിലേക്ക് തിരിച്ചിരിക്കുകയാണ് ട്രംപ്. പ്രാദേശിക സമയം ചൊവ്വാഴ്ച വൈകിട്ടാണ് ട്രംപ് ബീജിംഗിലേക്ക് പറന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള നിർണായക ചർച്ച നാളെ നടക്കും. ഇറാനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും US മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇറാനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനമെന്നത് പ്രധാനമാണ്. എന്നാൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയുടെ സഹായം ആവശ്യമില്ല എന്നായിരുന്നു ചൈനയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ വിഷയം ചൈനയുമായി ഏറെ ചർച്ച ചെയ്തതാണെന്നും ചൈന US വ്യാപാര കരാറായിരിക്കും സന്ദർശനത്തിലെ പ്രധാന ചർച്ചയെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു കരാർ തേടുന്ന ട്രംപ് ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഷീ ജിൻപിങ്ങിനോട് ആവശ്യപ്പെടുമെന്ന് നേരത്തെ മുതിർന്ന US ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.